ഷോൺ, ഇപ്പോൾ വഖഫിൽ 4 ഹർജികളായിരുന്നു ഫയൽ ചെയ്തത്. അതിൽ ഷോണിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ ഉണ്ടായതെന്ന് കരുതാൻ പറ്റുമോ? ഷോൺ ആകെ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ രണ്ട് നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വാദം മാത്രമാണല്ലോ ഷോൺ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിലപ്പുറമുള്ള വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാക്കി ഹർജികളുമുണ്ട്. അല്ല, 4 ഹർജികളും വ്യത്യസ്തമായ ആവശ്യങ്ങൾ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നിയമവിരുദ്ധമായ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു 4 ഹർജികളും. അതിൽ ഞാൻ പ്രധാനമായി ഉന്നയിച്ചൊരു കാര്യം, വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ സെക്ഷൻ 14 അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഫെബ്രുവരി 4-ാം തീയതി അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് എന്നുള്ളതാണ്. 2, ഈ കാലഘട്ടത്തിലാണ് മുനമ്പം ഉൾപ്പെടെയുള്ള ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനെടുത്ത വഖഫ് ബോർഡിൻ്റെ തീരുമാനം. അത് മുനമ്പെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അനധികൃതമായി വഖഫ് അമെൻമെൻറ്റ് ബില്ലിൽ പറയാത്ത സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ബോർഡ് എടുത്ത തീരുമാനങ്ങൾ അസാധുവാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. അതിൽ കൃത്യമായ കോടതി നിരീക്ഷണം നടത്തിയിട്ടുമുണ്ട്. ഷോൺ, അതിൽ ആകെ ഊന്നിയത് നോൺ മുസ്ലിം പ്രാതിനിധ്യത്തിൽ തന്നെ ആയിരുന്നില്ലേ? അത് മറ്റു മതങ്ങളിൽ ഇടപെടുന്നതിന് തുല്യമല്ലേ ഷോൺ? അല്ല, ഷോൺ ജോർജ് മറ്റു മതങ്ങളുടെ വിഷയത്തിലല്ല ഇടപെടുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഷോൺ ജോർജ് മഹൽ കമ്മിറ്റിയുടെ കാര്യത്തിലല്ല ഇടപെട്ടത്. അത് പലരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം പ്രതികളെ അനുവദിക്കുമോ? പാസ്റ്റർ കൗൺസിലിൽ നിങ്ങൾ സീറോ ക്രൈയുടെ പാസ്റ്റർ മുസ്ലിം പ്രതികളെ അനുവദിക്കുമോ? ഈ ചോദ്യവും വഖഫ് ബോർഡുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഇതര സമുദായങ്ങൾ, ഇപ്പോൾ വഖഫ് ബോർഡുമായി കേസ് നടക്കുന്നതിൽ 40% കേസ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഏകപക്ഷീയമായ തീരുമാനമെടുത്തുകൊണ്ട് വഖഫ് ബോർഡ് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നോൺ മുസ്ലിമായ 2 പ്രതികൾ വേണമെന്ന് പറയുന്നത്. അല്ലാതെ മഹൽ കമ്മിറ്റിയിൽ പള്ളിയുടെ കാര്യം നോക്കുന്ന, പള്ളിയുടെ മാത്രം സ്വത്ത് നോക്കുന്ന മഹൽ കമ്മിറ്റിയിലല്ല നോൺ മുസ്ലിമായ 2 പേരെ വേണമെന്ന് ഈ അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരെല്ലാം പോയിട്ട് സുപ്രീം കോടതി ആ വിഷയം സ്റ്റേ ചെയ്യാതിരുന്നത്? കാരണം സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ കെട്ടഴിഞ്ഞ പോക്കിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിന്. അതിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ്. സെക്ഷൻ 40 ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട സെക്ഷൻ 40, ആ സെക്ഷൻ 40 പ്രകാരം എന്തായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? ഒരു വസ്തു വഖഫ് ബോർഡിൻ്റെ ആണെന്ന് തോന്നാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടായാൽ അത് വിത്തൗട്ട് ഹിയറിംഗ് അതിന് പേരിക്കൂട്ടിയെടുക്കാൻ അധികാരമാണ് വഖഫ് ബോർഡിന് കൊടുത്തിരുന്നത്. വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ, അന്യാധീനപ്പെട്ടു പോയ കോടാനുകോടികളുടെ സ്വത്തുക്കൾ, ക്രമക്കേടുകൾ, ഇതിനെയെല്ലാം റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല്. അതിനകത്ത് ഒറ്റ കാര്യം മാത്രം പറയാം. സച്ചാർ കമ്മിറ്റി BJPയോ നരേന്ദ്രമോദിജിയോ കൊണ്ടുവന്ന കമ്മിറ്റിയല്ല, കോൺഗ്രസ് ഗവൺമെൻറ് UPA ഗവൺമെൻറ് കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ സച്ചാർ കമ്മീഷൻ പറയുന്നു 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന്. ആ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള വഖഫ് ബോർഡിന് 12,000 കോടി രൂപയുടെ ആനുവൽ ഇൻകം വരണം. 2023 ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജിജു ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ ബില്ലിനോടൊപ്പം വഖഫ് ബോർഡിൻ്റെ അസറ്റ് അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ആനുവൽ വരുമാനത്തെക്കുറിച്ച് സൂചിപ്പിച്ച് വെറും 93 കോടി രൂപയാണ്. ബാക്കി പൈസ ആര് കൊണ്ടുപോയി? ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ ഇസ്ലാം സഹോദരങ്ങൾ വഖഫ് ചെയ്ത് കൊടുത്ത സ്വത്ത് അനധികൃതമായി ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല, അത് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ ഈ അമെൻമെൻറ്റിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോയി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.